മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം प्रभु के नाम की 4-ാമത്തെ ഫസ്റ്റ് പാർട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് 4:24 ഫസ്റ്റ് പാർട്ട്. मरकुस का पुस्तक उसका 4था अध्याय उसका 24-25 हम पढ़ेंगे. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുകയും. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുകയും. फिर उसने उससे कहा, चौकस रहो कि क्या सुनते हो. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്, വചനമാണിത്. ये प्रभु यीशु मसीह का जो सेविकाएं में उन्होंने अपने शिष्यों को बताया हुआ बात है. ये നമ്മൾ എന്ത് കേൾക്കുന്നു എന്ന കാര്യം വലിയ അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് ഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വലിയ കാര്യമാണ്. हम क्या सुन रहे हो, क्या वो जो सुना हुआ बात ग्रहण कर रहे हो या नहीं, ये जो बात है वो बहुत ही अद्भुत बात है प्रभु की उपस्थिति में. നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തെ മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങളാണോ നമ്മൾ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് हम जो सुन रहे हैं, വരുന്ന ദിവസമുണ്ട്. हम जो सुन रहे हैं, ग्रहण कर रहे हैं, क्या वो हमारा अंतरूनी मनुष्य को वो जो बातें हैं वो सुन पा रहा है या नहीं. ये जो बात का प्रकटीकरण आने वाले दिनों में प्रभु के न्याय के दिन में ये सारा सब कुछ जो है वो प्रकट होगा. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യം അത് ക്രിസ്തുവിനെ പറ്റി കേൾക്കുകയും അത് ഗ്രഹിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുകയാണ്. तो प्रभु के बारे में जब भी हम सोचते हैं, बात करते हैं, तो वो हमारे जीवन में वो आशीष बन जाता है. അത് മാത്രമല്ല, നമുക്ക് സ്വർഗത്തിൽ നമുക്കുള്ള അവകാശങ്ങളെ പറ്റി നമ്മൾ അത് ചിന്തിക്കുകയും നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദം തരുന്നതാണ്. तो ये जब भी हम इसके बारे में जब भी हम बात करते हुए हम जब भी सोचते हैं, मनन करते हैं, ये सब बातें जब भी हम मनन करते समय ये सारे बातें हमारे हृदय में आशीष देने वाली बात है. കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ സന്ദർശിച്ചപ്പോൾ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, जब भी प्रभु यीशु मसीह ने मार्था और मरियम का घराने को जब भी उन्होंने विजिट किया, तभी वो लूका का सुसमाचार 10वां अध्याय में इस तरह हम देखते हैं. ലൂക്കോസ് 10:38 മുതൽ 42 വരെ വാക്യങ്ങളിലാണ് അത് കാര്യം പറയുന്നത്. എന്നാൽ 41-42 പറയുന്നത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, 41 और 42 अपहरिकेमिल्ला. प्रभु ने उसे उत्तर दिया, मार्ता, हे मार्ता, तू बहुत बातों के लिए चिंता करती और घबराती है, परंतु एक बात अवश्य है, और उस उत्तम भाग को मरियम ने चुन लिया है, जो उससे छीन न ले जाएगा. Amen. കാരണം നമ്മൾ പലപ്പോഴും മാർത്തയുടെ അനുഭവം ഉള്ളവരാണ്, നമ്മുടെ ജീവിതം അനുഭവങ്ങളില്ല. हमारे में से बहुत लोग ऐसे हैं जो मार्ता का जो अनुभव इधर जो लिखा गया है, इसी अनुभव के समानता में हमारा अनुभव भी है. അവിടെ വന്ന കർത്താവിന്റെ മഹത്വം എന്തെന്ന് മാർത്തയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. तो उनके घर पे मार्ता के घर आने में जो आया हुआ व्यक्ति जो यीशु मसीह है, उनका महानता के बारे में वो ग्रहण नहीं कर पाई. ആ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കാഞ്ഞതിന്റെ കാരണം മാർത്ത ദൈവത്തിന്റെ അടുക്കൽ ഇരുന്ന് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തിയില്ല. അത് മാർത്തയുടെ ചുറ്റുപാടുകളിൽ മാർത്തയുടെ ഭവനത്തിലുള്ളവരെ സേവിക്കാനുള്ള ആ തന്ത്രപ്പാടിലായിരുന്നു. तो मार्ता के विषय में अगर देखा जाए तो वो उनको उनके घराने में जो आया हुआ यीशु मसीह का जो महिमा है, उनका जो महत्व है वो ना जान पाई. क्यों? क्योंकि उनके परिस्थितियों को उन्होंने देखा. उनके घर पे आया हुआ जो अतिथि है, उनके ऊपर उनका ध्यान गया, और बहुत सारे बातों में उनके ऊपर ध्यान जाने के वजह से वो प्रभु के उपस्थिति में बैठकर वचन सुनने का वो जो मन उनके अंदर नहीं रहा. എന്നാൽ മറിയ അങ്ങനെയല്ലായിരുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന വചനം പറയുന്നത്. लेकिन मरियम इस तरह की व्यक्ति नहीं थी. वो उन्होंने उत्तम भाग को मरियम ने चुन लिया करके वचन कहता है.
അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ വചനമായാലും ആ വചനം നമ്മൾ എങ്ങനെ കേൾക്കുന്നു, അത് ക്രൂശിൻ്റെ വചനമാണോ അല്ലയോ, അത് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുന്നോ എന്നൊക്കെ നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. तो प्रभु के आत्मा हमको बहुत मदद करता है कि हम जो सुने हुए बात, भले वो वचन हो सकता है और कोई भी बात जो है वो क्या हमारा भलाई की बात है या नहीं, क्या ये हमें ग्रहण हो रहा है या नहीं, इस बातों को समझने के लिए पवित्र आत्मा हमारा मदद करता है. കാരണം പല വചനങ്ങൾ പല ഈ ക്രൂശിൻ്റെ വചനമല്ലാതെ പലരും പല യേശുവിനെ പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല അനുഗ്രഹങ്ങളുടെ വചനം സംസാരിക്കുന്നുണ്ട്. क्योंकि അത് നമുക്ക് നമ്മൾ നിത്യയിലേക്ക് അത് നമ്മളെ എത്തിക്കുന്ന വചനമാണോ അല്ലയോ എന്ന് ഗ്രഹിക്കുകയും നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ ശോധന ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമാണ് ഈ കാലങ്ങളിൽ. लोगों के बीच में ऐसे बहुत सारा क्रूस के वचन के अलावा और भी वचन बोल रहे हैं, जो हमें ये सब बातों जब भी हम सुनते समय में हमें परखना है, हमें जानना है कि ये सारे बातें हमें स्वर्ग तक पहुंचा सकती है या नहीं, इसका ग्रहण, इसका जो प्रकटीकरण है हमारे में हो रहा है या नहीं, ये इसका हमें चौकस रहना है. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവൻ്റെ പരിസര ശുശ്രൂഷ കാലത്ത് അല്ലെങ്കിൽ അവൻ ദേവാലയത്തിൽ പോയപ്പോഴൊക്കെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. പിതാവിനോടുള്ള ആലോചന ചോദിച്ച് പിതാവിനോടുള്ള ശബ്ദം കേട്ടാണ് ഈ ഭൂമിയിലൊക്കെ ജീവിച്ചത്. तो प्रभु यीशु मसीह के सेविकाए में उनका मंदिर में जाते वक्त भी, उनके सेविकाए के वक्त में भी हम देखते हैं कि सारे बातों में वो हमेशा उनका पिता का जो सोच है, उनका जो विचार है, ये सब बातों में उनका ग्रहण था. वो सब बातें वो खोज करता था, बल्कि उसका खुद का बातें नहीं, परंतु पिता का महिमा क्या है और उनका इच्छा क्या है, इनका खोज में था हमारा यीशु मसीह. കാരണം ക്രിസ്തു അവൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലൊക്കെ തനിയെ രാത്രി യാമങ്ങളിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എല്ലായ്പ്പോഴും. हम देखते हैं कि उनके सेविकाए के समय में भी पूरा रात भर वो उनका जो बातें थे, उनके सारे बातें, उनका जो संगति था, वो सारा सिर्फ प्रभु उनका फादर के साथ, पिता के साथ था. കാരണം നമ്മൾ ദൈവമായിട്ടുള്ള സംസർഗത്തിലാകുമ്പോൾ നമ്മുടെ കാതുകൾ നല്ല കൂർമ്മതയുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ അതിനിടയായി തീരും, പരിച്ഛേദമുള്ള കാതായി തീരും. क्योंकि अगर हमारा जो वार्तालाप है, हमारा जो बातें हैं, ये सारा सिर्फ परमेश्वर से ही आएगा, और परमेश्वर से ही जब भी हम बात करते रहते समय में हमारा जो कान है वो खतना किया हुआ कान के तरह सिर्फ और सिर्फ परमेश्वर की बातों को सुनने के लिए हमारा कान उत्सुकता में रहता है, तैयारी में रहता है. ലോകത്തിൽ പലതര സംസാരങ്ങൾ, പലതര വാർത്തകളൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വാർത്തയാണ് നമ്മളെ നിത്യത്തിൽ എത്തിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും न्यूज़निल चिंतिकेंड विषयമാണ്. आमीन. हमें समझना है कि संसार में बहुत सारे बातें हैं, बहुत सारे चीजें हैं, विषय है, लेकिन ऐसा कौन सा चीज है, विषय है जो हमें स्वर्ग तक पहुंचा सकती है, ये सारे बातों में हमारा मन होना चाहिए. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് അവന്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്. सिर्फ प्रभु यीशु मसीह के द्वारा ही ये मुमकिन है, जिसके वजह से उन्होंने हमको ये वचन दिया है. സങ്കീർത്തനങ്ങൾ 27:4 വാക്യത്തിൽ പറയുന്നത്, भजन संगीता 27:4 में हम देखते हैं, അവിടെ ദാവീദ് പറയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതിനെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കണം തന്നെ. वाक्य 4 पढ़े. एक बार मैंने यहोवा से मांगा है, उसी के यत्न में लगा रहूंगा कि मैं जीवन भर यहोवा के भवन में रहने पाऊं, जिससे यहोवा की मनोहरता पर दृष्टि लगाए रहूं और उसके मंदिर में ध्यान किया करूं. കഴിഞ്ഞ ദിവസം ബെൻസിബദർ സംസാരിച്ചപ്പോൾ ദാവീദിന്റെ വിഷയം സംസാരിച്ചായിരുന്നു. गया बार जब भाई ने बात किया तो तभी दाऊद के विषय में बात किया. ദാവീദിന് പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അവൻ दाऊद के जिंदगी में अगर देखा जाए तो बहुत सारे कमियां उनके जीवन में हुआ है. എന്നാൽ അവൻ അതിലേക്ക് നോക്കിയില്ല. അവൻ വീണ്ടെടുപ്പാനായ ക്രിസ്തുവിലേക്കാണ് ദാവീദ് നോക്കിയത്. लेकिन उन्होंने उनका परिस्थिति पर नहीं देखा, लेकिन उनका मुक्तिदाता यीशु मसीह के ऊपर उनका दृष्टि गया. അവൻ ഓടി അഭയം പ്രാപിക്കുന്നത് അവൻ ഈ ആലയത്തിലേക്കായിരുന്നു. और वो जो भागकर
जो ढकने का जो स्थान है वो हमेशा सिर्फ परमेश्वर के और वो खोज में था। ഒരു ഭക്തൻ എല്ലായ്പ്പോഴും അവന്റെ ആലയത്തിൽ അഭയം പ്രാപിച്ച് അവനോട് അവന്റെ ആലോചനയിൽ എപ്പോഴും ആയിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അവൻ ഭയപ്പെടുകയില്ല. കാരണം അവൻ പിടിച്ചിരിക്കുന്ന ആ അടിസ്ഥാനം ബലമുള്ള അടിസ്ഥാനമാണ്. അത് Amen. വീഴാത്ത കുലുങ്ങാത്ത അടിസ്ഥാനമാണ്. Amen. हमें समझना है कि जब भी एक भक्त, एक विश्वासी जब भी परमेश्वर का शरण स्थान में आ पहुंचता है, तभी उसे पता चलता है कि वो जो आ पहुंचा है वो इतना सामर्थ्य शरण स्थान है, इतना सामर्थ्य है कि वो उसे पूरी तरफ से ढका दे सकता है। कोई भी ताकत अभी उससे उनसे अलग नहीं कर सकता। ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. നമ്മൾ ലോക്കൽ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭയങ്കര പീക്ക് ടൈമിൽ നമ്മൾ തൂണിലൊക്കെ പിടിക്കുക, നമ്മൾ ആ മുകളിലൊക്കെ പിടിക്കുന്നത് എത്രയോ പേരാ പിടിക്കുന്നത് ഒരേ സമയത്ത്. मैं बहुत बार ये सोचता हूँ कि जब भी हम लोकल ट्रेन में जब मुंबई में यात्रा सवार करते समय में बहुत ऐसा भी समय है कि बहुत गर्दी रहता है, तो वो ऊपर लोग पकड़ते हैं ना गिरने के लिए, तो एक ही खंभा में कितने सारे लोग पकड़ते हैं। എന്നാൽ ആ തൂണിൽ പിടിക്കുന്നവർ ആരും ആ തൂണ് ഒടിഞ്ഞു പോവുകയൊന്നുമില്ല. അത്ര ബലവത്താണ് ആ തൂണ് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. लेकिन वो जो लकड़ा, वो जो खंबा जो है वो इतना सामर्थ्य है कि कितने भी लोग वो पकड़े तो भी वो कभी भी टूट कर नहीं गिर सकता, उतना 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 स्थिर है वो। എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പാനായ ക്രിസ്തുവിനെ നമ്മൾ അഭയം പ്രാപിച്ചാൽ ബലമുള്ള ഒരു ഇതിലും ബലമേറിയ ഒരു തൂണാണ് ക്രിസ്തു. അവനിൽ നമ്മൾ ശരണം പ്രാപിച്ചാൽ ആ തൂൺ ഒരിക്കലും വിളകുന്ന ആ തൂണല്ല. Amen. लेकिन हम हमारा जो प्रभु यीशु मसीह में हमारा शरण स्थान हम अगर हम रखेंगे तो इतना अच्छा खंबा है, वो कभी भी हिलेगा नहीं, टूटेगा नहीं, क्योंकि उसका जो नींव है बहुत स्थिर है। കാരണം ക്രിസ്തുവിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ ഹൃദയം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. क्योंकि प्रभु में जब हम बात करते हैं, सीखते हैं, ये सारे बातों में भी हमारा जो मन और हृदय जो है वो इतना शुद्ध होगा, इतना क्लीन होता है। യോഹന്നാന്റെ സുവിശേഷം 6:27 പറയുന്നത്, യോഹന്ന का सुसमाचार 6 अध्याय 27 वचन में हम ये देखते हैं, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവനിലേക്കുള്ള നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവിൻ, नाश होने वाला। നിങ്ങൾക്ക് തരും. आमीन। हम 27 में क्या देखते हैं, नाशमान भोजन के लिए परिश्रम न करो, परंतु उस भोजन के लिए जो अनंत जीवन तक है। അപ്പോൾ നമ്മുടെ ഈ കാലയളവിൽ ഈ സഭാ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം ഏതിലേക്കാണ്, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. तो हमारा मंडली जीवन में हमारा लक्ष्य किधर है, हमारा लक्ष्य स्थान किधर हमने रखा है, ये हमें सोचने वाली बात है। നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണോ അതോ നിത്യജീവനിൽ നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? क्या हमारा जो लक्ष्य है वो नाशमान भोजन के लिए है या अनंत काल के लिए टिकने वाला भोजन के लिए? നിത്യജീവനിലേക്കുള്ള ആഹാരം അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. आमीन। अनंत काल का भोजन के लिए वो मनुष्य पुत्र तुम्हें दे देगा, क्योंकि इन बातों के लिए पिता ने उनको पूरी तरफ से छाप कर दिया। ഈ നിത്യജീവന്റെ വചനം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ക്രിസ്തുവുമായിട്ട് എപ്പോഴും ബന്ധത്തിലായിരിക്കണം. നമ്മുടെ കാതുകളും നമ്മുടെ ഹൃദയമൊക്കെ ഏകാഗ്രമായിരിക്കണം. ये अगर ये अनंत काल का जीवन के लिए और ये रोटी के लिए, भोजन के लिए अगर हमें तैयार ही रहना है, तो हमेशा हमारा जो कान है हमेशा परमेश्वर के ऊपर, मसीह के ऊपर खुला होना चाहिए। അങ്ങനെ നമ്മുടെ ഹൃദയവും നമ്മുടെ കാതുകളും പരിച്ഛേദമുള്ള ആണെങ്കിൽ ഈ വചനം നമുക്ക് ആസ്വാദ്യമായി തീരും. अगर हमारा कान और हमारा जो बातें है, जो मुंह है, ये सारा खतना के द्वारा अगर अलग किया है, तो सिर्फ और सिर्फ हम मसीह के ही सुनेंगे। ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചനം റോമർക്കെതിരെ ലേഖനം 10:17 പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നുള്ളത്. तो कितना आशीषमय वचन है। हम देखते हैं रोमियो का पुस्तक 10वां अध्याय उसका 17 वचन में हम देखते हैं, सो विश्वास सुनने से और सुनना मसीह के वचन से होता है। നമ്മളൊക്കെ ഈ സദ്വാർത്തവനം കേട്ട് വിശ്വസിച്ച് രക്ഷനായി കർത്താവിനെ രക്ഷനായി സ്വീകരിച്ചവരാണ്. तो हमारे में सारे लोग जो है वो मसीह की इतना अच्छा न्यूज को हम सुनकर हम उद्धार में आए हैं। പലരും ഈ വചനം കേട്ടവരുണ്ട്,
കേട്ടിട്ട് മനസ്സിലാകാതെ ഈ വചനത്തെ തള്ളിക്കളഞ്ഞ അനേകരുണ്ട്. बहुत सारे लोग ऐसे हैं कि ये वचन सुने हैं लेकिन वे लोगों को न ग्रहण होने की वजह से उन्होंने ठुकरा दिया है वचन को. കാരണം അവർക്ക് ഈ വചനം അങ്ങോട്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുകയാണ്. क्योंकि वे लोग ये वचन ग्रहण नहीं कर सकते क्योंकि उनका मन को परमेश्वर ने पूरी तरफ से अंधकार कर दिया है. എന്നാൽ ഈ വചനം കേൾപ്പാൻ കർത്താവ് നമ്മളെ കാതുകളെയും നമ്മുടെ ഹൃദയത്തെയും കർത്താവ് തന്നെ ഒരുക്കി എടുത്തു എന്നുള്ളതാണ് നമ്മളുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. Amen. लेकिन ये वचन सुनने के लिए और बात करने के लिए हमें परमेश्वर ने तैयार किया है, हमारा कानों को खोल दिया है, हमारा बातों को मुंह को खोल दिया ताकि हम ये बोल पाए. നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. വചനം കേൾക്കുമ്പോൾ അതുമായിട്ടുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. तो ये बहुत बड़ा मुद्दा का विषय है कि किस तरह हम सुन रहे हैं, क्या हम सही रीति से सुन रहे हैं कि नहीं, ये बहुत बड़ी विषय है. പലർക്കും അവരുടെ ഭൗതിക വിഷയങ്ങൾ കേൾക്കുകയും അത് തന്നെ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. क्योंकि हम इस तरह का परिस्थिति में है कि बहुत सारे लोग जो है सिर्फ शारीरिक बातों को सुनते हैं और उनका ग्रहण में वे लोग जीते हैं. ഇവിടെ ഒരു അനുഗ്രഹം കിട്ടണം, ഇവിടെ എല്ലാം അവർക്ക് ശുഭമായിരിക്കണം, അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് പറ്റി അവർക്ക് വേറൊരു ചിന്തയില്ല, അവർക്ക് ക്രിസ്തു അനുഭവിച്ച കഷ്ടത അവർക്കൊരു വലിയ കാര്യമല്ല, അവരുടെ കാര്യം എല്ലാം ക്രമമായി നടക്കണം എന്നുള്ള വചനമാണ് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. तो सारे लोग जो है ये बात सुनना चाहते हैं कि ये संसार में किस तरह अच्छी तरीके से जिए और किस तरह हम अच्छा जीवन बिताए, और मसीह के बातों को न समझकर न ग्रहण कर वे लोग इस संसार के बातों को सुनना और पहचानना चाहते हैं. എന്നാൽ കർത്താവ് നമ്മുടെ കാതുകളെയും ഹൃദയങ്ങളെയും ഒരുക്കിയെടുത്തത് അവൻ്റെ പുത്രൻ അനുഭവിച്ച കഷ്ടത അത് കേൾക്കുകയും കാണുകയും ചെയ്യുവാനാണ്. നമ്മളിതെല്ലാം കണ്ട് വിശ്വസിച്ചവരല്ല, നമ്മളിതെല്ലാം കേട്ട് വിശ്വസിച്ചവരാണ്. Amen. हम सारे लोग जो है वो देखकर विश्वास नहीं किए हैं लेकिन हम सुनकर विश्वास किए, क्योंकि परमेश्वर मसीह ने जो कष्ट अनुभव किया है वो हम सुने और उसके बारे में हम बात करें. किस तरह हम सुन रहे, ये सारे बातों को विषय में रखते हुए हमें याद करना है. കാരണം നമുക്കുള്ള പ്രതിഫലം ഏറ്റവും വലുതായിരിക്കും. കാരണം ആദ്യം അപ്പോസ്തലന്മാരൊക്കെ ഇത് കണ്ട് വിശ്വസിച്ച് അവരുടെ ദൈവത്തിന് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നതാണ്. എന്നാൽ നമ്മൾ ഇത് കാണാതെ വിശ്വസിച്ച് ഇത് നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ചവരാണ്. Amen. ये इसका जो प्रतिफल है बहुत बड़ा है, क्योंकि हम देखते हैं कि फर्स्ट सेंचुरी के जो लोग हैं, जो विश्वासी लोग हैं, ये देखकर वे लोग ने विश्वास किया, लेकिन हम इस तरह के लोग हैं जो न देखा फिर भी हम विश्वास किया, तो हमारा जो प्रतिफल है बहुत बड़ा होगा. ഇതിനായി കർത്താവ് നമ്മളെ മുദ്രയിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുദ്രയിട്ട് മാറ്റി, അതാണ് അതിന് കാരണമായി തീർന്നത്. इसके लिए ये इन बातों के लिए परमेश्वर ने हमें छाप देकर हमें अलग किया है सृष्टि के निर्माण से पहले. അതുകൊണ്ടാണ് ഈ വചനം നമുക്ക് കേട്ടപ്പോൾ തന്നെ ഗ്രഹിപ്പാൻ നമുക്ക് ഇടയായി തീർന്നത്. इसके लिए जो ये वचन सुनते समय हमें ग्रहण करने हमें हो रहा. ഒരു വാക്യം വായിക്കുന്നു, യെശയ്യാ പ്രവചനം 55-ന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നത്. ईसाया का पुस्तक उसका 55 अध्याय उसका 3रा वचन इस तरह कहता है, എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾ ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. 55 का 3 पढ़े. कान लगाओ और मेरे पास आओ, सुनो तब तुम जीवित रहोगे. അപ്പോൾ ജീവൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ അടുക്കൽ വന്ന് അവന്റെ വചനം കേൾക്കണമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. तो यशायाह भविष्यवक्ता ये कहता है कि अगर तुम्हें जीवन प्राप्त करना है तो उनके पास आना और उनसे सुनना पड़ेगा. കാരണം കർത്താവിന്റെ അടുക്കൽ മാത്രമേ ജീവന്റെ വചനം ഉള്ളൂ, ജീവന്റെ ഉറവ് അവന്റെ മാത്രമേ ഉള്ളൂ. Amen. क्योंकि उनके पास ही जीवन का जो श्रोता है वो उनके पास ही है. എക്സറോസിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എക്സറോസ് 20-18 മുതൽ 20 വാക്യങ്ങളിൽ, निर्गमन का पुस्तक उसका 20वां अध्याय 18 से 20 हम जब पढ़ते समय 20 अध्याय 20 അവിടെ ജനമൊക്കെയും ഇടിമുഴക്കം മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു.
അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. 18 से 20 पढ़े. और सब लोग गरजने और बिजली और नरसिंगे के शब्द सुनते और धुआं उठते हुए पर्वत को देखते रहे और देख के काम कर दूर खड़े हो गए. और वे मूसा से कहने लगे, तू ही हमसे बातें कर, तब तो हम सुन सकेंगे, परंतु परमेश्वर हमसे बातें न करे, ऐसा न हो कि हम मर जाए. मूसा ने लोगों से कहा, डरो मत, क्योंकि परमेश्वर इस निमित्त आया है कि तुम्हारी परीक्षा करे और उसका भय तुम्हारे मन में बना रहे कि तुम पाप न करो. Amen. ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ജനം ആ ശബ്ദം കേട്ടായിരുന്നു. क्योंकि जब परमेश्वर मूसा से बात करते समय में लोग जो है वो उनका बातें सुन रहा था. അവർക്ക് ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മരണഭയം ഉണ്ടായത്. लेकिन परमेश्वर का शब्द जैसे ही वे लोग ने सुनने लगा तो वे लोगों को मौत का डर वे लोगों में आया. കാരണം അവരിൽ പാപം എന്നൊരു വിഷയം അവരുടെ മേലുണ്ടായിരുന്നു. क्योंकि वे लोगों में पाप जो विषय वे लोगों में मुंडरा रहा था. ഒരു പാപിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനോ ദൈവം മുമ്പാകെ നിൽപ്പാനോ കഴിയുകയില്ല എന്ന വ്യക്തമാണ്. क्योंकि एक पापी को कभी भी परमेश्वर की उपस्थिति में वो नहीं आ सकता, खड़ा नहीं हो सकता, ये तो बात पक्का है. കാരണം അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവം മുമ്പാകെ നിൽക്കണമെങ്കിൽ അവൻ പാപത്തെക്കുറിച്ചൊരു അനുതാപം വേണം. അവൻ വീണ്ടും ജനിക്കപ്പെട്ടതായി തീരണം, ദൈവത്തിന്റെ മകനായി തീരുന്നേ ഒക്കത്തുള്ളൂ. क्योंकि अगर उनको परमेश्वर का बातें सुनना है, उनका वाणी सुनना है, तो उनको पूरी तरीके से परमेश्वर के ओर से उनको जन्म लेना होगा और परमेश्वर के इन परमेश्वर से ही वो सुन सकता है. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ പുത്രൻ മുഖാന്തരമാണ്. ഈ വചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. क्योंकि अभी अगर परमेश्वर बात करता है तो सिर्फ और सिर्फ केवल उनके पुत्र के द्वारा बात करता है. എന്നാൽ ഒരു നാൾ നമ്മൾ കർത്താവുമായിട്ട് നേരിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരു ദിനം, അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. तो हम बहुत आशा से हम एक उस दिन के लिए हम वाट जोत रहे, जिस दिन हम परमेश्वर से हम मुंह पर मुंह देकर हम बात करेंगे. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവും പുത്രനും എങ്ങനെ ആയിരിക്കുന്നു, അതേപോലെ നമ്മൾ ഒരു നാൾ ഈ പിതാവിന്റെ മുഖം നോക്കി പിതാവിനോട് സംസാരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിനമുണ്ട്. Amen. जिस एक दिन आने वाला है, जिस दिन परमेश्वर और अपना पुत्र जिस तरह बात करता है उसी तरह हम भी उनके साथ बात करेंगे. वो दिन बहुत नजदीक है. എന്നാൽ അന്ന് നമുക്ക് അങ്ങനെ ധൈര്യം വേണമെങ്കിൽ ഇന്ന് ഈ പിതാവുമായിട്ട് അല്ലെങ്കിൽ പുത്രൻ മൂലം ഈ പിതാവുമായിട്ട് നല്ല സംസർഗം നമുക്ക് വേണം. अगर उन दिनों में अगर इस तरह का वार्तालाप अगर हमें करना है, अगर धैर्य होना है, तो हमें आज वो बातें हमें परमेश्वर के ओर से पुत्र में हमें बात करना है. ഇങ്ങനെ നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുകയും അവന്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയം കൂടാതെ ദൈവമുമ്പാകെ നിൽപ്പാൻ കഴിയും. तो इस तरह हम उसके शब्दों को सुनकर और उनकी उपस्थिति में रहते वक्त हम बिना भय के उनके उपस्थिति में हम रह सकेंगे. യെരമ്യാ പ്രവാചകൻ പറയുന്നത് 6:10 यिर्मयाह का भविष्यवक्ता उसका 6 अध्याय वचन 10 में हम देखते हैं. അവർ കേൾക്കുവാൻ തക്കവണ്ണം ഞാൻ അവരോട് സാക്ഷീകരിക്കേണ്ടു. അവരുടെ ചെവി പരിച്ഛേദന ഇല്ലായകാൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദിയായിരിക്കുന്നു. और किसको चिताकर कहूं कि वे माने. देख, ये ऊंचा सुनते हैं, वे ध्यान भी नहीं दे सकते. देख, यहोवा के वचन की वे निंदा करते और उसे नहीं चाहते हैं. ഇവിടെയും ചെവിയുടെ ഒരു പരിച്ഛേദനെ പറ്റി ഇവിടെയും പറയുന്നുണ്ട്. तो इधर भी जो है कान का जो खतना जो है वो बातें इधर भी लिखा गया. കാരണം അവർക്ക് യഹോവയുടെ വചനം അവർക്ക് നിന്ദമായി തീരാൻ കാരണം അവരുടെ ചെവി അടഞ്ഞുപോയി, അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലാതായി തീർന്നു. മറ്റ് പല സംസാരങ്ങൾ കേട്ട് യഹോവയുടെ വചനം അവർക്ക് നിന്ദമായി തീർന്നു. क्योंकि वे लोगों में परमेश्वर का ये जो वचन निंदा होने का कारण ये कारण था कि वे लोगों का जो कान है वो खुला नहीं था. परमेश्वर का वचन के लिए वे लोगों का कान खतना नहीं किया गया था. ഇത് ഇന്നും ഇങ്ങനെ തന്നെ വിശ്വാസ ഗോളത്തിൽ ഇങ്ങനെ തന്നെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. तो इसी तरह विश्वास के समूह में भी हम देखते हैं, समाज में भी हम देखते हैं, इस तरह का बातें चल रहा है. ക്രൂശിന്റെ വചനം അത് കഷ്ടത്തിന്റെ വചനമാണ് എന്ന് പറയുമ്പോൾ പലരും അതിനെ നിരസിക്കുകയും അതിനെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
आज കാരണം का जो പലരും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വചനം സമൃദ്ധിയുടെ സുവിശേഷമാണ്. तो आज का भी जो समय इस तरह का समय आ पहुंचा है कि क्रूस का जो कथा जो है वो लोगों में आ नहीं पहुंच रहा, लेकिन वे लोगों को बहुत खुशी और आनंद और बहुत आराम का जो सुसमाचार है, वे लोगों को उस तरह का सुसमाचार की जरूरत है। उस तरह की उस तरह की जो कथा है वो क्रूस के द्वारा वे लोग सुनना चाहते हैं, जिसके वजह से हम देखते हैं कि मसीहा में वे लोग बढ़ नहीं पाते। इस तरह का जो माहौल है हम देख रहे हैं। എന്നാൽ കൃപയാൽ അവിടുത്തെ ആത്മാവിലൂടെ നമ്മളെ കാതുകളെയും നമ്മളെ ഹൃദയങ്ങളെയും ദൈവം പരിച്ഛേദന ചെയ്ത് ഈ ക്രൂശിന്റെ വചനം അധികമധികമായി ഗ്രഹിപ്പാനും അത് മനസ്സിലാക്കുവാനും ഈ കാലങ്ങളിൽ നമുക്ക് അവിടുത്തെ ആത്മാവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. लेकिन अनुग्रह के द्वारा ये बहुत अच्छा मौका हमें मिल चुका है कि हमारा कानों को उन्होंने पूरी तरह से खोल दिया है, खतना कर दिया है, ताकि हम ये वचन को सुन सकते हैं और बोल सकते हैं और इसका आनंद हम मना सकते हैं। അതുകൊണ്ടാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം 1:23 പറഞ്ഞ ഉത്തരം വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. तो हम देखते हैं കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു എന്ന് പറയുന്നത്. तो याकूब 1:23 पढ़े, 23 और 24. 23 और 24। क्योंकि जो कोई वचन का सुनने वाला हो और उस पर चलने वाला न हो, तो वह उस मनुष्य के समान है जो अपना स्वाभाविक मोह दर्पण में देखता है, इसलिए कि वह अपने आप को देखकर चला जाता और तुरंत भूल जाता है कि मैं कैसा था। അപ്പോൾ വചനം കേൾക്കുന്നവൻ അവന്റെ ഹൃദയത്തിൽ രൂപാന്തരം ദിനംതോറും ഉണ്ടാകുന്നില്ല എങ്കിൽ അവൻ പഴയ മനുഷ്യനായി പിന്നെ മാറുകയാണ്. അവന്റെ രൂപം അവൻ ചേഞ്ച് ആക്കുന്നില്ല. जो व्यक्ति वचन सुनता है लेकिन उनके जो नींव पर नहीं चल पाता, तो वे व्यक्ति जो है वो उनके राह पर नहीं चलता और उनका जो अवस्था है वो जिस तरह हम पढ़े 24 में कि सिर्फ वो दर्पण करता है, लेकिन वाक्य 23 में हम देखते हैं उस मनुष्य के समान है जो स्वाभाविक मुंह दर्पण में देख रहा है। കാരണം വചനം അവനെ ക്രിയ ചെയ്യുവാൻ അവന്റെ ഹൃദയം പാകമായില്ല, അവൻ പാകമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന് കാരണം. क्योंकि वो उनका जो वचन जो है उनके हृदयों में वो रूपांतर करने के लिए वो अनुमति नहीं देता, उसके लिए वो तैयार नहीं होता। അങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ വലിയ ന്യായവിധിയാണ് വരുന്നത്. इस तरह का लोगों के विषय में प्रभु का वचन और वाणी ये है कि उनके ऊपर बहुत बड़ा न्याय आ पहुंचता है। കാരണം അവർ വചനത്തെ നിരസിച്ചു തിരസ്കരിച്ചു എന്നൊറ്റ കാരണം. क्योंकि उन्होंने परमेश्वर का वचन को टुकरा दिया, निंदा कर दिया। കാരണം ആ സുവിശേഷം പറഞ്ഞ ആ മനുഷ്യനെയും അവര് തിരസ്കരിച്ചു. क्योंकि കാണുന്ന ഏറ്റവും വലിയ കുറ്റം അതാണ്. क्योंकि उन्होंने सुसमाचार बोलने वाला व्यक्ति को भी टुकरा दिया है। इस तरह का गुनाह परमेश्वर उनके ऊपर देखता है। കാരണം ഒരു കർത്താവ് അവിടെ ആ വ്യക്തിയല്ല കാണുന്ന, ആ കർത്താവ് അവിടെ ക്രിസ്തുവിനെയാ കാണുന്നത്. क्योंकि परमेश्वर वो व्यक्ति को नहीं देखता, लेकिन वो परमेश्वर उधर मसीहा को देखता है। കാരണം ക്രിസ്തു അവിടെ നേരിട്ട് വന്ന് ആ വ്യക്തിയോട് വചനം പറയുകയാണ്. क्योंकि मसीह उधर सीधा आकर वो व्यक्ति से बात करता है, वचन बोलता है। കാരണം ഈ കാലങ്ങളിൽ കർത്താവ് നമ്മുടെ കാതുകളെയും ഹൃദയങ്ങളെയും തുറന്ന് ഈ വചനം ഗ്രഹിപ്പാൻ നമ്മളെ ഇടയാക്കി തീർത്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. तो ये समय में हमें परमेश्वर का वचन सुनने के लिए, बात करने के लिए, बोलने के लिए सब मौका मिला है। ये बहुत बड़ी आशीष वाली बात है। കാരണം പലർക്കും ഈ അവസരം കിട്ടാതെ പലരും ഈ സത്യം അന്വേഷിച്ച് നടക്കുകയാണ്. ആരാണ് ഈ സത്യം ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് നമുക്കറിയുന്നില്ല. എന്നാൽ നമ്മുടെ ജോലി ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. बहुत सारे लोग ये वचन के खोज में है, ये वचन सुनना चाहते हैं, लेकिन वे लोगों को नहीं मिलता। तो इस तरह की समाज और इस तरह के माहौल के बीच में हमें ये वचन मिल रहा है, तो कितना बड़ा आशीष की बात है प्रियो। ഈ ക്രൂശിന്റെ വചനം എന്നും കർത്താവെ നിലനിൽക്കുന്ന വചനമാണ്. ഈ മാത്രമേ നമ്മളെ ദൈവമായിട്ട് അടുപ്പിക്കുന്നുള്ളൂ, നമ്മളെ ദൈവം പിതാവാക്കി എന്ന ആ രീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നുള്ളൂ. ആ രീതിയിലേക്ക് അല്ലാത്ത ഏത് വചനവും നമ്മളെ ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വചനമല്ല. तो क्रूस का जो कथा जो है, समाचार जो है, वो हमें क्रूस के और लाता है और मसीह के और लाता है, और हमें वो स्थान है जिधर हम एक पापी से हमें परमेश्वर का बच्चे होने का एक मौका देता है और अधिकार देता है, जिधर हम हमारी इस परमेश्वर को अब पिता करके कहला सकते हैं।
ഈ ഒരു വലിയൊരു അനുഗ്രഹത്തിൽ ഈ തലത്തിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस तरह का आशीष में हमें परमेश्वर ने पहुंचा है, इसीलिए मैं परमेश्वर का धन्यवाद करता हूँ। ഒരു കാലത്ത് നമുക്ക് ചെവി കേൾക്കാത്തവരായിരുന്നു, നമ്മുടെ ഹൃദയം അടിഞ്ഞ് കിടന്നവരായിരുന്നു, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നു, നമ്മൾ ചെവിയെ തുറന്നു, നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി. അങ്ങനെ ഈ ക്രിസ്തുവിന്റെ വചനം, ഈ ക്രൂശിന്റെ വചനം निर्लोभമായി നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. Amen. एक समय में हमारा हृदय बंद था, हमारा आँख पूरी तरीके से अंधकार में था और हमारा कान पूरी तरह से बंद था, लेकिन परमेश्वर ने ये मौका दिया, क्रूस का कथा हमें सुनाया, समाचार हमें सुनाया, जिधर हमारा हृदय को उन्होंने प्रकाश किया और हमारा आंखों को ज्योति दी और हमारा कानों को उन्होंने खोल दिया खतना कर कर। तो इस तरह का अनुभव में हमें परमेश्वर ने लाया है। ലോകം ഇത് പറയുമ്പോൾ ലോകം ചിരിക്കും. കാരണം ഇവൻ കണ്ണ് കാണുന്നതാണ്, ചെവി കേൾക്കുന്നതാണ്, എന്നാൽ ഇവൻ എന്തിനിങ്ങനെ പറയുന്നു എന്ന് ലോകം സംസാരിക്കും. शायद ये संसार के लोग हमें ठट्टा उड़ा सकते हैं, हमारा मजाक कर सकता है कि ये व्यक्ति तो देख सकता है, ये व्यक्ति तो सुन सकता है, फिर भी इस तरह का बात कहता है। എന്നാൽ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ആന്തരികമായ കാഴ്ച വേണം, നമുക്ക് ആന്തരികമായ ഒരു കേൾവി വേണം. അങ്ങനെ ദൈവം തൊട്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. लेकिन परमेश्वर का ये वचन को अगर हमें सुनना है, समझना है, तो हमें अंतरूनी भागों में हमें ज्योति की जरूरत है। हमारा अंतरूनी आँख जो है वो खुलना जरूरत है और कान जो है वो खुलना जरूरत है। പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ലോകത്തിൽ പലരും അവനെതിരെ സംസാരിച്ചു. എന്നാൽ അതൊന്നും കർത്താവിന് യേശുവില്ല. കാരണം അത് കേൾപ്പാൻ അവന് ചെവി അടഞ്ഞു കിടക്കുകയായിരുന്നു. जो पुत्र प्रभु यीशु मसीह संसार में आते वक्त उन्होंने बहुत सारी बातें कही, लेकिन ये सारे बातें ग्रहण करने, ये सारी बातों को समझने के लिए पुत्र के विरुद्ध बहुत सारा बात सुना था। अच्छा, पुत्र के विरुद्ध बहुत सारा बातें जो है वे लोग सुनना पड़ा। എന്നാൽ ക്രിസ്തു ഇതൊന്നും കേട്ടില്ല. അവൻ ദൈവത്തിന്റെ വചനം മാത്രം അവന് കേൾപ്പാൻ അവന് കാതുകൾ പൂർപ്പിച്ചിരുന്നു. അത് മാത്രമേ പുത്രൻ ഈ ഭൂമിയിൽ വെച്ച് കേട്ടിട്ടുള്ളൂ. लेकिन उनका पुत्र जो है वो ये सारे बातों में उनका मन नहीं लगा, क्योंकि जो भी वे लोग उनका मजाक उड़ा रहा था, जो भी उनका टट्टा कर रहा था, वे लोगों पर ध्यान न देते हुए सिर्फ और सिर्फ केवल उनके पिता के ऊपर उनका ध्यान गया और उनका ही इच्छा पूरा करने के लिए देखा। അങ്ങനെ ഈ പുത്രൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു, അതേ മാതൃകയിൽ അതേ സ്വഭാവത്തിൽ ആയി തീരുവാൻ ദിനംതോറും നമ്മൾ ഈ ക്രൂസിന്റെ അടുക്കൽ വന്ന് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അവന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. तो जिस तरह ये पुत्र ने जिस तरह कष्ट सहा है, और उसी ही तरह हमें भी वो बुला रहा है कि ये वचन को हम सुन पाए, ग्रहण कर पाए, ये वचनों को हम सुनकर और ग्रहण कर कर इस तरह हम आगे बढ़ना कि हम प्रभु की महिमा के लिए हम होए। प्रभु का धन्यवाद हो। ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु का आत्मा हमें इस बातों के लिए मदद करे। Praise the Lord. Praise the Lord. സഹോദരന്മാർ ആരെങ്കിലും തുടരുന്നുണ്ടോ? യോഹന്നാൻ ബ്രദറെ. यहाँ കുറച്ച് നേരം സംസാരിക്കുകയാണ്. ഓക്കെ. Praise the Lord. हम लोग बहुत ही आशीषमय वचन हम सुन रहे थे. तो बहुत ही हम നമ്മുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. और ये सच है कि आज परमेश्वर हमसे अपना पुत्र के द्वारा बात कर रहा है. ഇന്ന് കർത്താവ് ദൈവം പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു എന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. हम लोग जब इब्रानियों का पुस्तक उसका 1 का 2 जब हम पढ़ते हैं, ഇബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ वहां पर कितना स्पष्ट रीति से लिखा है कि एक समय था कि हमारा परमेश्वर जो है अलग अलग तरीकों से पूर्वजों से भविष्यवक्ताओं के द्वारा दर्शन देकर बात करता था, परंतु अभी अंत समय में अपने पुत्र के द्वारा बात करता है. നമുക്ക് 1:1 നമ്മൾ വായിക്കുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ വായിക്കാം. तो हम जानते हैं एक समय था, एक जमाना था जहाँ पर परमेश्वर को अलग अलग तरीका इस्तेमाल करना पड़ता था लोगों से बात करने के लिए. അപ്പോ ഒരു സമയമുണ്ടായിരുന്നു ദൈവം പല വിധത്തിൽ മനുഷ്യരോട് സംസാരിക്കുവാൻ പല മാർഗങ്ങൾ ദൈവം സ്വീകരിച്ചിട്ടായിട്ട് നമുക്ക് കാണാം. उसी आधार पर है, जैसा हमने आज का शुरुआत का वाक्य में हमने पढ़ा मरकोस का पुस्तक उसका 4 का 23 में 24 में कि तुम लोग क्या सुनते हो.
तो അതുപോലെ തന്നെ മർക്കോസ് 4:24 നമ്മൾ ആദ്യം കേട്ടത് നിങ്ങൾ എന്ത് കേൾക്കുന്നു. तो इसके लिए वहां पर वचन कहता है कि तुम चौकस रहो कि तुम लोग क्या सुनते हो, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. क्योंकि उस समय में हम देखते हैं कि ये एक पुराना नियम का अवस्था है. ഇത് പഴയ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ്. जब प्रभु ये बात बोलते समय में उस समय में तभी उनके पर आत्मा नहीं आया था. ആ സമയത്ത് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ മേൽ ആത്മാവ് വന്നിട്ടുണ്ടായില്ല. तो इसके लिए इस विषय में उनको जो परमेश्वर जिस उद्देश्य से बात करना चाहता है और जिस उद्देश्य से हम लोग समझना चाहिए वो पूर्णता का बात आया नहीं था. ആ സമയത്ത് കർത്താവ് ഏത് രീതിയിലാണോ സംസാരിച്ചത്, ഏത് ഉദ്ദേശത്തിലാണോ സംസാരിച്ചത് മുഴുവനുമായിട്ടും ഗ്രഹിക്കാൻ അത് പൂർത്തീകരിക്കപ്പെടുവാൻ സാധ്യമായിരുന്നില്ല. तो लोगों को इसलिए प्रभु उनका अवस्था जानता है, मनुष्य का अवस्था. मनुष्य इतना दुर्बल है कि अगर प्रभु इतना प्यार से इतना अच्छे से समझा कर देगा तो भी मनुष्य के अंदर वो काबिलता नहीं है वो फुल एक्सटेंट में वो बात समझे. അപ്പോ മനുഷ്യൻ എത്ര ബലഹീനനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം എത്ര താഴ്മയായിട്ടും എത്ര വിനയപൂർവം നല്ല നിലയിൽ സംസാരിച്ചാൽ പോലും ദൈവം വളരെ വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നാൽ പോലും നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം, ഒരു സമയം ഉണ്ടായിരുന്നു നമുക്കറിയാം. तो इसके लिए हमें देखते हैं कि इस कारण के लिए प्रभु यीशु मसीह को वो बात, वो बंधन, वो कमजोरी जो हमारे अंदर है कि हम लोग परमेश्वर का बातें सही रीति से सुन नहीं सकता, वो बातों को हमें मदद करने के लिए प्रभु यीशु मसीह मनुष्य बनकर आया. ആമേൻ. ദൈവകാര്യം നമ്മൾക്ക് ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് എത്ര നന്നായി സംസാരിച്ചാലും നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തന്റെ പുത്രനെ ആ ഒരു മാർഗമായിട്ട് അയച്ചുകൊണ്ട് പുത്രൻ മുഖാന്തരം സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. हमें एक बात समझना है, हम अपना भक्ति से कभी भी परमेश्वर को प्रसन्न नहीं कर सकता. നമ്മളുടെ ഭക്തി കാരണം നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. क्योंकि ये एक असंभव बात है. കാരണം ഇത് അസാധ്യമായ കാര്യമാണ്. ये बात असंभव है परमेश्वर जानकर, इसीलिए तो परमेश्वर अपना पुत्र को भेजा. ഈ കാര്യം അസാധ്യമാണെന്ന് ദൈവം കണ്ടിട്ട് തന്റെ പുത്രനെ അയക്കുകയാണ്. क्योंकि एक ही मनुष्य है जो संपूर्ण रीति से भक्ति पूर्वक कार्य करके परमेश्वर को अगर प्रसादित किया है, वो है हमारा प्रभु यीशु मसीह. ഭക്തിയോട് താൻ നിർമ്മലനായിട്ട് സേവ ചെയ്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. और परमेश्वर एक ऐसा मनुष्य चाहता है जो इस रीति से प्रभु यीशु मसीह के समान हम लोग अपने आप को समर्पण करके जिए. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനത്തെ ഒരു വ്യക്തികളെയാണ് താൻ പരിശോധിക്കുന്നത്. ഈ നിലയിൽ വിനയപൂർവം, ഈ നിലയിൽ താഴ്മയോടെ കർത്താവിന്റെ വചനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്. हम लोग जब मैंने एक बार ऐसा एक संदेश में मैंने ऐसा कहा था कि अगर हम लोग अपना भक्ति के विषय में आते समय में जिस तरह परमेश्वर ने अपना एकलौता पुत्र को इस दुनिया में देकर परमेश्वर ने हमें बचाया, उस रीति से क्या अपना भक्ति प्रूव करने के लिए क्या मैं मेरा एकलौता पुत्र को अगर बलिदान करेगा तो क्या परमेश्वर प्रसादित होगा क्या? ഞാൻ ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു മെസ്സേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ ഭക്തി വെളിപ്പെടുത്താൻ വേണ്ടി താൻ തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിൽ അയച്ചുകൊണ്ട് കഷ്ടം അനുഭവിച്ചു നമ്മൾ പറയുമ്പോൾ, ഞാൻ എന്റെ ഭക്തി മനുഷ്യന്റെ നിലയിൽ ഞാൻ എന്റെ ഭക്തി കാണിക്കുവാൻ വേണ്ടി എന്റെ മകനെ ഞാൻ അങ്ങനെ ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ചാൽ, ഈ ലോകത്തിൽ അങ്ങനെ ആ രീതിയിൽ വിട്ടാൽ അതെന്റെ ഭക്തിയാണെന്ന് തെളിയിക്കപ്പെടുമോ? परमेश्वर ने मतलब उद्धार के लिए, परमेश्वर भक्ति दिखाने के लिए नहीं, परमेश्वर मनुष्य जात को उद्धार देने के लिए उन्होंने अपना एकलौता पुत्र को भेजा. तो ഈ ദൈവം ഈ ലോകത്തിന്റെ ഉദ്ധാരണത്തിനായി, വീണ്ടെടുപ്പിനായി ദൈവം തന്റെ ഭക്തിയിൽ ആ തന്റെ ഏകജാതനായ മകനെ ഈ ലോകത്തിൽ അയച്ചതുപോലെ उस तरह मैं अभी उद्धार पाने के लिए क्या मैं अपना एकलौता पुत्र को भी बलिदान करके क्या मैं उद्धार प्राप्त कर सकता हूँ क्या? അതുപോലെ തന്നെ ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ, ഞാൻ ആ കർത്താവിങ്കിൽ വരണമെങ്കിൽ ഞാൻ എന്റെ സ്വന്തം മകനെ പോലും ഞാൻ യാഗപീഠത്തിൽ വെച്ചാൽ ഞാൻ അവിടെ വിശുദ്ധനായി തെളിയപ്പെടുമോ? हम लोग देखते हैं कि मीका का पुस्तक 6:7 में इस तरह का एक भाग वहां पर हम पढ़ते हैं कि हे परमेश्वर तेरे उपस्थिति में आने के लिए मैं क्या करूं कि मैं स्वीकारा जा सकूं. മീക പുസ്തകം 6:6 നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട് വരണം, എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്ന ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു, ഞാൻ ഹോമയാങ്ങളോടും तो क्या मैं परमेश्वर के सामने एक्सेप्ट हो जाने के लिए या मैं स्वीकारा जाने के लिए मैं ऐसा क्या करूं प्रभु की तू प्रसन्न हो सकता है?
അത് ഞാൻ എന്ത് ചെയ്താലാണ് ദൈവം എന്നെ സ്വീകരിക്കും എന്നുള്ള നിലയിൽ ഞാൻ അവന്റെ സന്നിധിയിൽ ചെല്ലുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ वहां पर वाक्य 7 में हम पढ़ते हैं कि क्या मैं अपना एकलौता पुत्र को भी, मैं अगर अपना पहलौटा को भी अगर अपना पाप के बदले दूंगा तो क्या परमेश्वर तू तृप्त होगा क्या? क्या मुझे पाप का क्षमा मिलेगा क्या? ഞാൻ എന്റെ ആദ്യജാതനെ തന്നെ ഏൽപ്പിച്ചാൽ പോലും യഹോവ എങ്കിലേക്ക് പ്രസാദിക്കുമോ എന്ന് നമ്മൾ 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. क्या मैं मेरा पहला पुत्र मैं बेटे को दे दिया, मेरा भक्ति के वजह से क्या परमेश्वर मेरा पाप का क्षमा करेगा क्या? എന്റെ വിശുദ്ധി എന്റെ ഭക്തിക്ക് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെ പോലും അവന്റെ മുൻപിൽ സമർപ്പിച്ചാൽ ഞാൻ അവിടെ വിശുദ്ധനായി തെളിയപ്പെടുമോ? हम जानते हैं उसका जवाब वो ये असंभव है, ऐसा नहीं हो सकता, അത് അസാധ്യമാണെന്ന് നമുക്ക് അറിയാം. क्योंकि ये मुमकिन है ही नहीं कि मेरा बेटा मेरा पाप का क्षमा के लिए वो बलिदान होगा तो मुझे छुटकारा मिलेगा, ऐसा नहीं हो सकता, क्योंकि मेरा बेटा खुद पापी है मेरा जैसा. എന്റെ മകൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നാൽ എന്റെ പാപത്തിന് ക്ഷമ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട, കാരണം എന്റെ മകൻ പോലും പാപിയാണ്. लेकिन परमेश्वर जब बलिदान के विषय में जाते समय में जो व्यक्ति बलिदान का वस्तु लाता है वो वस्तु में पाप नहीं रहना चाहिए. എന്നാൽ ദൈവം തന്റെ യാഗപീഠത്തിൽ വെക്കുന്ന വസ്തു, ആ വസ്തുവിന് പാപമോ അത് പാപം ഒരിക്കലും ലേശാത്ത ഒരു വസ്തു ആയിരിക്കണം. नहीं, उसमें वो वस्तु में पाप रहना नहीं चाहिए, क्योंकि मैं मेरा पाप का बलिदान के लिए आ रहा हूँ तो मेरा पाप वो वस्तु में आ जाएगा, इसलिए वो वस्तु में पाप रहना नहीं चाहिए. ഞാൻ ബലിദാനത്തിന് വേണ്ടി മുൻപാകെ വരുമ്പോ യാഗപീഠത്തിന് മുമ്പേ ആ വസ്തുവിൽ പാപം കാണരുത്. क्योंकि क्या कर रहा हूँ मैं, मेरा पाप वो वस्तु में ट्रांसफर कर रहा हूँ. पुराने नियम में हम ऐसा देखते, महायाजक क्या करता था, सारा लोगों का पाप वो पशु में जानवर में डालता था, मेमना के ऊपर डालता था. കാരണം അടുത്തു വരുന്ന ഏവരും തങ്ങളുടെ പാപം ഈ ഒരു യാഗമൃഗത്തിന്റെ മേളിൽ ഇട്ടുകൊണ്ടാണ് അതിനെ വധിക്കുന്നത്. അതുപോലെ അപ്പോൾ ആ മൃഗത്തിന്റെ മേൽ പാപം കാണരുത് ആ സമയത്ത്, കാരണം എന്റെ പാപം ആ മൃഗത്തിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. उसी तरह जब और इस दुनिया में ऐसा कोई भी चीज ऐसा नहीं है या मैं दूसरा मनुष्य को बलिदान करके कि मैं पूर्ण छुटकारा पा सकूं, ऐसा निष्पाप मनुष्य कोई नहीं है, सिर्फ यीशु मसीह था जो निष्पाप होकर जन्म लेकर आया. അങ്ങനെ ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലും ഇല്ല ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ യാഗപീഠത്തിൽ വെച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് എനിക്ക് സ്വതന്ത്രമാകാൻ പറ്റും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്നാൽ പ്രത്യുത കർത്താവായ യേശുക്രിസ്തു തന്നെ പാപമില്ലാത്തൊരു വ്യക്തിയായി താൻ യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ അവിടാണ് നമ്മുടെ വീണ്ടെടുപ്പ് വന്നത്. और एक और खास बात हम देखते हैं, मनुष्य का उद्धार के लिए मनुष्य ने किसी ने निर्णय नहीं लिया यीशु मसीह को इस दुनिया में आने के लिए, या प्रार्थना कर किसी ने यीशु मसीह को दुनिया में नहीं बुलाया, वो खुद उतर कर आया. മനുഷ്യരുടെ വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യരാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടോ യാചിച്ചിട്ടോ ഒന്നുമല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തിയതും. എന്നാൽ താൻ സ്വതവേ ഈ കാര്യത്തിലേക്ക് വരികയും പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുകയും ചെയ്തു. हम देखते हैं रोमियो में भी और ഐസായ में भी कि परमेश्वर को ये भाया कि अपना पुत्रों को कुचले. നമ്മൾ റോമാലേഖനത്തിലും യെശയ്യാ പ്രവചനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ പുത്രനെ ഈ വിധത്തിൽ കഷ്ടപ്പെടുത്തുവാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ये परमेश्वर का इच्छा था कि पुत्र इस जगत पर आकर हमारे लिए मरे. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു, തന്റെ പുത്രൻ ഈ രീതിയിൽ കഷ്ടപ്പെടുകയും ഈ ലോകത്തിൽ വരികയും കഷ്ടം അനുഭവിക്കുകയും നമ്മൾക്ക് വേണ്ടി ഈ രീതിയിൽ അവൻ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിന്റെ ഇഷ്ടമായിരുന്നു. तो उसके लिए जब इसीलिए अभी परमेश्वर क्या चाहता, हमने इब्रानियों 1:2 में क्या पढ़ा कि अंत समय में अभी यीशु मसीह के द्वारा है प्रभु बात करता है. ഇബ്രായ ലേഖനം 1:2 നമ്മൾ എന്താണ് വായിച്ച, അന്ത്യകാലത്ത് ഇപ്പോൾ പുത്രൻ മുഖാന്തരമാണ് ദൈവം സംസാരിക്കുന്നത്. इसके लिए अभी तुम लोग क्या सुन रहे हो, तुम लोग चौकस रहो. അതുകൊണ്ട് നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന കാര്യത്തിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. तो इसके लिए क्या, उसका वही मार्क चैप्टर 4 का 23 में वहां पर एक बात वहां पर कहता है कि यदि कि किसी के कान है वो सुने. 23ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. बट किसे सुनना है, ആരെയാണ് കേൾക്കേണ്ടത്? वो उसका जवाब हम देखते हैं, हम लोग प्रकटीकरण का पुस्तक उसका 3:6 में उस विषय में हम देखते हैं. रेवलेशन 3:6 में वहां पर एक शब्द जो यहाँ पर जो मिसिंग है वो वहां पर आया है. ആരെയാണ് കേൾക്കേണ്ടത് എന്ന് നമുക്കിവിടെ മിസ്സായി പോയ ഒരു വാക്ക് നമുക്ക് 3:6 വെളിപ്പാടിന്റെ 3:6 നമുക്ക് വായിക്കാം. जिसके कान है वो सुने कि आत्मा कलीसिया से क्या कहती है.
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. हाँ, तो अभी आज हम देखते हैं, हम लोग अंतिम समय में आ गए और अंतिम समय में आत्मा है जो कलीसियाओं से बात करता है. അന്ത്യസമയത്ത് നമ്മൾ എത്തിയിരിക്കെ അന്ത്യസമയത്ത് ആത്മാവാണ് സഭകളോട് സംസാരിക്കുന്നത്. हमें एक बात जानना है, क्योंकि यीशु मसीह कष्ट सहकर, मेहनत से, खून पसीना बहाकर वो क्या कहता है कि मैं जाऊंगा और तुमको मददगार को भेजूंगा. കാരണം കർത്താവ് പറയുകയുണ്ടായി, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്നാ കർത്താവ് പറയുന്നത്. हाँ, और वो मददगार जब आएगा तुम लोग उसका सुनना, क्योंकि वो सत्य का आत्मा है. കാരണം കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങൾ ആ കാര്യസ്ഥനെ കേൾക്കും, കാരണം അത് സത്യത്തിന്റെ ആത്മാവാണ്. हाँ, और वो तुमको सभी सत्यों के बारे में वो हमें सिखाएगा करके हम लोग जॉन में हम लोग पढ़ते हैं. ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 16. जॉन 14:26 में हम इस तरह हम देखते हैं. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 27 വാക്യം. 26 पढ़ेंगे. 26 വായിക്കാം. परंतु सहायक अर्थात पवित्र आत्मा जिसे पिता मेरे नाम से भेजेगा वो तुम्हें सब बातें सिखाएगा और जो कुछ मैंने तुमसे कहा है वह सब तुम्हें स्मरण कराएगा. मैं 26. तो इसके लिए अभी ये हाँ वाइच എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും സ്ക്രോൾ ചെയ്തു നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. हाँ, तो हम लोग ने जब मार्क में जब हमने उधर वाक्य पढ़ा उसका 4 का 24 में, മർക്കോസ് 4:24 നമ്മൾ വായിച്ചപ്പോൾ, तो वहां पर प्रभु कहता है कि चौकस रहो कि तुम लोग क्या सुन रहे हो. നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. हाँ, क्या सुन रहे हैं हम. നമ്മൾ എന്താണ് കേൾക്കുന്നത്? अब यही बात हम लोग जब रेवलेशन 3:6 में हम पढ़ते हैं, ഇതേ കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകം 3-6 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, कि आत्मा क्या कहती है, कलीसियाओं से आत्मा क्या कहती है. സഭകളോട് ആത്മാവ് എന്ത് പറയുന്നു? हाँ, वही सेम वही विषय देखो, क्या सुनते हो वही बात आत्मा क्या कहती है. നിങ്ങൾ എന്ത് കേൾക്കുന്നു അതേ കാര്യം തന്നെ ആത്മാവ് സഭകളോട് എന്ത് പറയുന്നു എന്ന് ചെവിയുള്ളവൻ കേൾക്കും. यस, तो आज हमें जरूरत का बातें, जो बातें सुनना है या समझना है, वो पवित्र आत्मा है जो हमें सुनाता है. ഇന്ന് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും വേണ്ടിയ കാര്യങ്ങളും ഒക്കെയും എന്താണ് സഭകളോട് ആത്മാവ് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. लेकिन जैसा विमल भाई ने कहा था, हमारा हृदय खतना नहीं होने की वजह से और हमारा हठीला स्वभाव की वजह से हमें ये बात सुनने को होता नहीं है या हमें समझने के लिए नहीं हो पा रहा. എന്നാൽ വിമൽ സഹോദരൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയ പരിച്ഛേദന ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ചെവി തുറക്കാത്തത് കൊണ്ടൊക്കെയും നമ്മൾക്ക് ഈ കാര്യം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. हाँ, उसके लिए उस विषय में भी हमारा जवाब क्या है? ആ കാര്യത്തിലും നമ്മുടെ മറുപടി എന്താണ്? या फिर हम लोग किस बात पर हम लोग अभी ऐसा हम लोग कमजोर है, ऐसा कमजोर अवस्था है, हम लोग मरने तक यही हमारा कमजोरी रहेगा, ऐसे समय में अभी क्या करना चाहिए? നമ്മൾ ഈ രീതിയിൽ ബലഹീനരാണ്, നമ്മൾ മരണം വരെയും ഈ രീതിയിൽ ബലഹീനരായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? प्रिय, इसके लिए तो प्रभु यीशु मसीह दुनिया में आया है. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ കർത്താവ് ഈ ലോകത്തിൽ വന്നത്. मुझे एक बात हमेशा प्रभु यीशु मसीह का बात को एकदम अद्भुत लगता था, वो है मैथ्यू 1:23 में जब हम पढ़ते समय में, എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യമാണ് എന്നും മത്തായി സുവിശേഷം 1:23 വാക്യം വായിക്കുമ്പോൾ, वहां पर वो वचन कहता है कि उसका नाम इम्मानुएल रखना, क्योंकि परमेश्वर हमारे साथ है, इसलिए उसका नाम इम्मानुएल रखना. verse 23. ഓക്കെ, 23 വാക്യം, എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ. Sorry, Matthew chapter 1 verse 23. ഇതല്ലേ? 22 മലയാളത്തിൽ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. तो अब प्रभु अब हमारे साथ. अभी देखो, यीशु मसीह का जन्म का उद्देश्य क्या था? ഈ കർത്താവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? उनका नाम में ही मालूम पड़ रहा है उनका उद्देश्य क्या है करके. ആ കർത്താവിന്റെ പേരിൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ടു വരുന്നു. क्योंकि हम जानते हैं पुराने नियम में परमेश्वर किधर है पूछेगा तो लोग किधर उंगली दिखाते थे. കാരണം പഴയ നിയമത്തിൽ ദൈവം എവിടാണെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യർ എവിടെയാ ചൂണ്ടിക്കാണിക്കുന്നത്? वो लोग सीधा यरूशलेम की ओर उंगली दिखाकर बोलते हैं हमारा परमेश्वर यहोवा यरूशलेम में है. അവരെ എപ്പോഴും യെരുശലേമിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഞങ്ങളുടെ യഹോവയായ ദൈവം യെരുശലേമിലാണ്. उनको सब बातों में शारीरिक रीति से प्रूव करना पड़ता था कि परमेश्वर उधर है करके.
ജഡത്തിലാണെങ്കിൽ പോലും അവർ അവിടെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർക്ക് പറയേണ്ടി വരും. और दूसरा विषय क्या है, जब वो लोग प्रार्थना करने का समय भी अगर विषय रहते समय में वो लोग सब लोगों को यरूशलेम की ओर देखकर उनको प्रार्थना करना पड़ता था. അവരിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ യെരുശലേമിലേക്ക് നോക്കിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. उसका अच्छा एग्जांपल हम देखते हैं दानियल है. അതിന്റെ നല്ല ഉദാഹരണം ദാനിയേലിനെ നമ്മൾ കാണുന്നു. परंतु वहां पर स्वर्गदूत आके क्या कहता है, तुम लोग एक बेटा, जब कुंवारी के द्वारा एक बेटा जन्म लेगा उसका नाम इमानुएल रखना, क्योंकि अभी परमेश्वर उस मंदिर में या पहाड़ में नहीं, बल्कि अभी वो परमेश्वर हमारे अंदर है, हमारे साथ है. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ച് അവന്റെ പേര് ഇമ്മാനുവേൽ എന്നിടുമ്പോൾ ഈ കർത്താവ് ആ മലയിലും ഈ മലയിലോ അല്ലെങ്കിൽ യെരുശലേമിലോ ഒന്നുമല്ല, എന്നാൽ നമ്മോട് കൂടെയാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഇമ്മാനുവേലായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നു. प्रियो, इसके लिए ऐसा अभी हम जानते हैं हमारा कमजोरी क्या है कि हम लोग सही रीति से सुन नहीं सकते, वचन को समझ नहीं सकते, तो इसमें हमें दुखी होना है क्या? നമുക്ക് നമ്മുടെ ബലഹീനത നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഈ കാര്യം നമ്മുടെ ബലഹീനതയുടെ കാരണം എന്താന്ന് മനസ്സിലായോ? हाँ, तो ये बात तो सच, हमें दुख होना है, लेकिन तुरंत हमें प्रभु यीशु मसीह को देखना है, क्योंकि आज प्रभु वो मंदिर में या स्वर्ग में नहीं, बल्कि वो हमारे अंदर है. वो हमारे साथ रहकर हमें सुनाने के लिए पवित्र आत्मा की मदद से वो हमें समझाता है, सुनाता है और सब बातें परमेश्वर का याद दिलाता है. ഈ കാര്യത്തിൽ നമ്മൾ ദുഃഖിതരാണെന്ന് കാര്യം ശരിയാണെങ്കിലും കർത്താവ് ഇമ്മാനുവേൽ എന്ന രീതിയിൽ ആ മലയിലും ഈ മലയിലും ഒന്നുമല്ലാതെ നമ്മളുടെ കൂടെയാണ് എന്നുള്ള കാര്യം നമ്മളെ വിശ്വസിപ്പിക്കുവാനും ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നു. हम जानते हैं इसके क्योंकि प्रभु अभी हमारे उपस्थिति में रहकर वो हमारे साथ संगति करने का विषय में है, प्रभु ऐसा कार्य किया है. ദൈവം നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് നമ്മളോട് കൂട്ടായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. पुराने नियम में लोगों को यात्रा करके दूर दूर से यात्रा कर कर आकर मंदिर के पास आना पड़ता था, और फिर उस समय में महायाजक क्या बोलेगा वो सुनना पड़ता. इस तरह का संगति होता था, मतलब शारीरिक रीति से एक फिजिकल अपीयरेंस का वेट करते थे संगति के लिए. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ ദൂരത്ത് നിന്ന് ആളുകൾ വന്ന് യെരുശലേമിൽ വന്ന് മഹാപുരോഹിതനോട് സംസാരിച്ചിട്ട് അവർ തിരികെ പോവുകയുണ്ടായി. എന്നാൽ അവിടെ ശാരീരികമായി അവർക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു അവർക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആത്മാവിൽ കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. तो उनको उस समय में क्या होता था, उन लोग का सब काम काज छोड़कर उनको मंदिर में आना पड़ता था कुछ भी वाणी सुनना है तो. അപ്പോൾ അവരുടെ ജോലികളെയൊക്കെ വിട്ടിട്ട് അവർ മന്ദിരത്തിൽ ആലയത്തിൽ വരേണ്ടി വന്നു അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ. परंतु अभी नए नियम में प्रभु यीशु मसीह का पुनरुत्थान का जीवन संभर जाने के बाद, प्रभु यीशु मसीह हमारे अंदर आने के बाद क्या हो गए अभी हम. എന്നാൽ പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷം ആ പുനരുദ്ധാന ജീവനിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? वही हम लोग पहला कोरिन्थियों 6:17 में हम पढ़ते हैं, he who is joined to the Lord, यानी प्रभु के साथ जो एक है वो अभी एक आत्मा बन चुका है. അതിന്റെ 17ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. क्या ये इतना बड़ा विषय क्यों है कि हम लोग प्रभु के साथ अभी एक आत्मा हो चुके हैं? ഇത്ര വലിയ വിഷയം എങ്ങനെയായി തീർന്നു? കർത്താവ് നമ്മളോട് പറ്റിച്ചേരുമ്പോൾ അവനുമായി ഏകാത്മാവാകുന്നത് എങ്ങനെ? नहीं, ये हम अभी एक आत्मा बन चुके हैं. क्या ये एक बड़ा विषय है क्या छोटा विषय है? ഈ അവനുമായി ഏകാത്മാവാകുന്നു എന്ന് വചനം പറയുമ്പോൾ ഇതൊരു ചെറിയ വിഷയമാണോ വലിയ വിഷയമാണോ? प्रियो, ये एक बहुत बड़ा गंभीर विषय है. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയ. क्योंकि हमें एक बात समझना है, നമുക്കൊരു കാര്യം മനസ്സിലാവണം. हम लोग जब യോഹന്നാൻ का पुस्तक उसका 4वां अध्याय में विशेषण 4 अध्यायത്തിൽ verse 24 में हम वहां पर एक बात देखते हैं. 24ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, उसका सिर्फ फर्स्ट भाग में लिखा है परमेश्वर आत्मा है. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ആത്മാവാകുന്നു. हाँ, तो हम वहां पर विषय अभी देखो, परमेश्वर के साथ अगर मुझे संगति करना है तो परमेश्वर कौन सा स्टेट में है? वो एक आत्मिक स्तर में परमेश्वर आत्मा है. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ചെയ്യണമെങ്കിൽ ദൈവം ഏത് അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആത്മാവാണ്. उनका एग्जिस्टेंस, उनका जो फॉर्म है वो आत्मा का मंडल में, आत्मा का स्तर में है. हम जैसे फिजिकल लोग, हम जैसे शारीरिक लोग आत्मिक परमेश्वर के साथ कभी संगति नहीं कर सकता, कभी बात नहीं कर सकता. നമ്മൾ ദൈവത്തിന്റെ ആ സംസർഗത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം ആത്മാവായിരിക്കാൽ നമ്മൾ ജഡത്തിൽ എത്ര ദൈവത്തെ അറിഞ്ഞാലും നമ്മൾ ജഡത്തിൽ എത്ര ദൈവത്തെ മനസ്സിലാക്കിയാലും മനസ്സിലാവില്ല, കാരണം ദൈവം ആത്മാവാണ്. हाँ, और शारीरिक लोग शरीर अलग है, आत्मा अलग है, दोनों अलग अलग मटेरियल है. ശരീരവും ആത്മാവും വേറെ വേറെയാണ്, അത് വ്യത്യസ്തമാണ്.
इसके लिए जब तक हम लोग आत्मा में प्रभु का स्तर में पहुंचेंगे नहीं, प्रभु का अवस्था में पहुंचेंगे नहीं, तब तक हम प्रभु के साथ संगति नहीं कर सकते। ദൈവം ആത്മാവാകയാൽ നമ്മൾ ആത്മാവിൽ നമ്മൾ എത്തുന്നിടം വരെ നമ്മൾ ദൈവവുമായിട്ട് യഥാർത്ഥ നിലയിൽ നമ്മൾക്ക് കൂട്ടായ്മ ചെയ്യാൻ പറ്റത്തില്ല. इसलिए पुराने नियम में क्या होता था, परमेश्वर मटेरियल से बनाया हुआ मंदिर में आता था बात करने के लिए. ദൈവം കൈപ്പണി കൊണ്ട് പണിത ആലയങ്ങളിൽ മനുഷ്യർ വരുമായിരുന്നു ദൈവത്തെ കാണാൻ. परमेश्वर उतर के आता था, क्योंकि हम लोग मटेरियल लोग हैं, हम जैसे मटेरियल लोग, हम जैसे शारीरिक लोग से बात करने के लिए परमेश्वर एक मटेरियल से बनाया हुआ मंदिर में आता था बात करने के लिए. നമ്മൾ മണ്ണുകൊണ്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് ദൈവം നമ്മൾ ശരീരത്തിൽ പഴയ നിയമത്തിൽ ശരീരത്തിൽ ദൈവം ആ നിലയിൽ ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് ദൈവത്തെ കാണുവാൻ മനുഷ്യരോട് ദൈവം ഇടപെടുന്നതും കൂട്ടായ്മ ചെയ്യുന്നതും ദൈവം ആ മന്ദിരത്തിൽ കൈകൊണ്ട് പണിത മന്ദിരത്തിൽ ദൈവം വരുമായിരുന്നു. परंतु प्रभु यीशु मसीह जब इम्मानुएल बनकर आकर उन्होंने क्या किया, हम देखते हैं कि कोलोसियों 3:1 में वो हमें स्वर्गीय स्थानों में बिठा दिया है. കൊലോസ്യ ലേഖനം 3:1 നമ്മൾ വായിക്കുന്നത് നമ്മളെ അവനോട് ഉയർത്തെഴുന്നേറ്റിരിപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഉയരത്തിലാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം അവൻ ഇമ്മാനുവേലായി നമ്മുടെ കൂടെ ഉണ്ട്. अभी प्रभु हमारे साथ इम्मानुएल बनकर क्या किया, हम जैसे मटेरियलिस्टिक लोग, हम जैसे शारीरिक लोग जो प्रभु का वचन कभी सुन नहीं सकता, जो प्रभु का वचन कभी समझ नहीं सकता, हम जैसे निर्बुद्धि लोगों को परमेश्वर का लेवल में लेकर गया ताकि हम परमेश्वर के साथ संगति कर सकते हैं. നമ്മൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരും ജ്ഞാനികളല്ലാത്തവരും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരുമായ നമ്മളെ ദൈവം രക്ഷിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ആത്മാവിലാക്കിക്കൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുവാനും ദൈവവുമായിട്ട് കൂട്ടായ്മ ചെയ്യുവാൻ വേണ്ടി ആ നിലവാരത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു പ്രിയരെ. तो इसके लिए हमें पवित्र आत्मा का मदद बहुत जरूरी है, जिसे हमने रेवलेशन 3:6 में पढ़ा कि जिसके कान है वो सुनो कि आत्मा हमसे क्या कहता है. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ नहीं, वो अवस्था को हमें समझना है, क्योंकि आत्मा है जो हमें मदद करता है प्रभु के वचन को समझने के लिए. ആ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ആത്മാവാണ് ദൈവവചനം നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ സഹായിക്കുന്നത്. हम लोग जब जॉन 6:63 में जब हम पढ़ते हैं, യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം നമ്മൾ വായിക്കുമ്പോൾ वो आत्मा है जो हमें जीवन देता है, हमें उत्तेजना करता है, शरीर का कोई लाभ नहीं है. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. और जो शब्द मैं बोल रहा हूँ, जो बातें मैं बोल रहा हूँ, वो आत्मा और जीवन है. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. तो प्रभु जो भी बोला, जो भी बातें किया, जो भी वचन हमको मिला, वो कौन सा फॉर्म में है? ദൈവം നമ്മളോട് ഇടപെട്ടതും സംസാരിച്ചതും ആ വചനം ഏത് രൂപത്തിലാണ് നമ്മൾക്ക് കിട്ടിയത്? जिस रूप में परमेश्वर है उस रूप में उनका वचन भी है. ഏത് രൂപത്തിലാണോ ദൈവമായിരിക്കുന്നത് ആ രൂപത്തിലാണ് നമുക്ക് വചനവും കിട്ടുന്നത്. तो हम जैसे शारीरिक लोग आत्मिक बातें ग्रहण नहीं कर सकता, आत्मिक बातें समझ नहीं सकता, हमारे लिए मूर्खता है करके हम लोग 1 कोरिन्थ 2 अध्याय में पढ़ते हैं. ഈ ജഡത്തിൽ ഇങ്ങനെ ആയിരിക്കുന്ന നമ്മൾക്ക് ദൈവകാര്യങ്ങൾ, ആത്മാവിലായിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല. കാരണം ജഡത്തിലെ ഒരു കാര്യവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. आत्मा का शरीर की बातें कुछ भी परमेश्वर के लिए लाभदायक नहीं है करके अभी हमने 63 में अभी पढ़ा, द फ्लैश प्रॉफिटेथ नथिंग. मैं कितना भी कार्य करूं, आत्मिक बातों का लाभ उठा मैं नहीं सकता, क्योंकि मैं एक शारीरिक व्यक्ति हूँ. ഞാൻ എത്ര സംസാരിച്ചാലും ആത്മാവിലെ കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാനോ പറയാനോ പറ്റത്തില്ല. കാരണം ഞാൻ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ ജഡത്തിൽ എത്ര സംസാരിച്ചാലും ആത്മാവിന്റെ കാര്യം ഗ്രഹിക്കാനോ പറയാനോ പറ്റില്ല. इसीलिए प्रभु यीशु मसीह इम्मानुएल बनकर आकर उन्होंने क्रूस में क्या किया, जब उन्होंने हमें क्रूस में हमें खींचकर हमें क्रूस में डालकर हमारा पुराना मनुष्य को, हमारा शरीर को क्रूस में खत्म किया, ताकि आज से हम लोग आत्मा के लिए जी सके. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഇമ്മാനുവേലായി നമ്മൾക്ക് വേണ്ടി ലോകത്തിൽ വരികയും നമ്മോട് കൂടെ ഇരിക്കുന്ന അർത്ഥത്തിൽ ഇമ്മാനുവേലായി വരികയും ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈ ജഡസ്വഭാവം മുഴുവനുമായിട്ടും അവിടെ തകർക്കപ്പെടുകയും നമ്മളെ ആത്മാവിലാക്കാനുള്ള ക്രമീകരണം ദൈവം നമ്മളിൽ ചെയ്തു എന്ന് നമ്മൾ കാണുന്നു. इसकी वजह से अभी क्या हो गया, क्रूस में हम लोग प्रभु के साथ एक होकर पुनरुत्थान के जीवन में भी अब एक हो चुके हैं, जिसकी वजह से जो प्रभु के साथ जुड़ चुका है वो एक आत्मा है. അതുകൊണ്ട് നമ്മൾ ക്രൂശിൽ കർത്താവിന്റെ മരണത്തോട് നമ്മൾ ഒന്നായതുപോലെ അവന്റെ പുനരുത്ഥാനത്തിലും നമ്മൾ ഒന്നായി. तो इसके लिए हम लोग रोमन्स 8:2 में हम पढ़ते हैं, क्योंकि जीवन का आत्मा हमें व्यवस्था का आत्मा, यानी कि जो शारीरिक कर्म करने का जो अवस्था है उससे हमें छुटकारा देकर प्रभु का जीवन का आत्मा हमें जीवन देता है.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. हाँ, ये व्यवस्था क्या करता है? मुझे हमेशा शारीरिक बनाता है, शारीरिक चीजें इस्तेमाल करने को मुझे पीछे भगाता है. ഈ പ്രമാണം എന്താണ് ചെയ്യുന്നത്? നമ്മളെ എപ്പോഴും ശാരീരികമായും നമ്മൾക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മളെ അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ तो वो शारीरिक रीति से आराधना करें तो हम जानते हैं प्रभु की उपस्थिति में कभी हम लोग उनको प्रसन्न नहीं कर पाएंगे. ഇങ്ങനെ നമ്മൾ ജഡത്തിൽ നമ്മൾ എത്ര നമ്മൾ ദൈവത്തെ ആരാധിച്ചാലും ആ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. तो जब व्यवस्था दिया गया था, लोग क्या करने लगे? शरीर से उसको पूरा करने लगे. എന്നാൽ ഈ പ്രമാണം ദൈവം തന്നപ്പോൾ ഈ പ്രമാണത്തെ അവരുടെ ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ചെയ്യുവാനും നോക്കി. हाँ, बट अभी इसलिए प्रभु ने क्या किया? वर्स 3 में हम पढ़ते, वाक्य 3 पढ़ेंगे. എന്നാൽ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, क्योंकि जो काम व्यवस्था शरीर के कारण दुर्बल होकर न कर सके उसको परमेश्वर ने किया, अर्थात अपने ही पुत्र को पापमय शरीर की समानता में और पाप के बलिदान होने के लिए बेचकर शरीर में पाप पर दंड की आज्ञा दी. आमेन. ഇവിടെ നമ്മൾ വായിക്കുന്ന ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. वो बात मलयालम में आया नहीं है. उधर हम देखते हैं कि उसको परमेश्वर ने किया. हिंदी में हम देखते हैं जो हमारा शरीर व्यवस्था का काम करने के लिए दुर्बल था, हमसे नहीं हो सकता था, वो काम किसने किया? परमेश्वर ने किया. परमेश्वर ने कैसा किया? അത് ഈ ജഡത്തിൽ അത് ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവത്തിന് കഴിഞ്ഞു എന്ന് നമ്മൾ അവിടെ കാണുന്നു. यस यस. तो वो परमेश्वर ने कैसा किया? उन्होंने अपना पुत्र को बेचकर, वो उसका बलिदान के द्वारा, उसका पुत्र का शरीर जब हमारे लिए पाप बलि ठहराया गया, तभी हमको स्वतंत्रता मिला, छुटकारा मिला. അവിടെ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ എന്ന് പറഞ്ഞ വാക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ദൈവം സാധിച്ചത് തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചിട്ട് ആ കാര്യം സാധിച്ചു എന്ന് നമ്മൾ വായിക്കും. इस तरह हम लोग अभी फ्लैशली लोग से हटकर अभी हम लोग स्पिरिचुअल लोग बन चुके हैं. അങ്ങനെ നമ്മൾ ജഡത്തിലുള്ള മനുഷ്യനായിരുന്നു ഒരിക്കൽ, എന്നാൽ നമ്മൾ ഇപ്പോൾ ആത്മാവിൽ ഉള്ള മനുഷ്യരായി. वाक्य 5 पढ़ेंगे. 5ാമത്തെ വാക്യം, क्योंकि शारीरिक व्यक्ति शरीर की बातों पर मन लगाते हैं परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. देखा, जो शारीरिक लोग है वो लोग हमेशा शारीरिक रीति से ही प्रभु को आराधना करने का कोशिश करेगा, परंतु जो आत्मिक है वो हमेशा आत्मा के द्वारा ही प्रभु का आराधना करेगा, आत्मा से ही प्रभु को खुश करने देखेगा. वही है एक सच्चा आत्मिक अवस्था. നമുക്ക് യഥാർത്ഥ ആത്മീക അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ജഡസ്വഭാവത്തിലുള്ളവർ എത്ര പരിശ്രമിച്ചാലും അവർ ജഡത്തിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. എന്നാൽ ആത്മസ്വഭാവമുള്ളവർ അവർ യഥാർത്ഥത്തിൽ ആത്മാവിൽ ദൈവത്തെ ആത്മാവ് സ്വഭാവമുള്ളവരായതുകൊണ്ട് അവർ ആരാധിക്കുമ്പോൾ അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. ये बात विमल ब्रदर ने भी कहा था. देखो आजकल अवस्था क्या है, लोग हमेशा शारीरिक है, उनको प्रॉस्पेरिटी गॉस्पेल चाहिए, उनको शारीरिक चिन्ह चमत्कार चाहिए, उनको डांस करना है, उनको म्यूजिक इंस्ट्रूमेंट चाहिए. ये सब बातों से तरीके से फ्लैशली चीजें लेकर वो लोग आराधना करने के लिए उनको ज्यादा खुशी मिलता है. आत्मा का बातें बोला तो, क्रूस का संदेश बोलेगा तो वो लोग हमारा ठट्टा उड़ाते हैं, वो लोग हमारे साथ संगति नहीं करते. ഇന്ന് ആ സഹോദരനും പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് ആൾക്കാർക്ക് അവർക്ക് മനോരഞ്ജനത്തിന് വേണ്ടി അവർ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നു, അവരങ്ങനെ ഡാൻസ് ചെയ്യുന്നു, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ നിലയിൽ അവരിങ്ങനെ ജഡസ്വഭാവമുള്ളവരായതുകൊണ്ട് ജഡത്തിലാണ് അവർ എപ്പോഴും ദൈവത്തെ ആരാധിക്കുക. എന്നാൽ ക്രൂശിന്റെ വചനം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട്, ക്രൂശിന്റെ മഹത്വം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ സംസാരിക്കുന്നവരെ അവർ കളിയാക്കുകയും അവരെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हम लोग देखते हैं ना आज के जमाने में, जब प्रॉस्पेरिटी गॉस्पेल बोलेगा तुमको धन मिलेगा, तुम 100 रुपया दो, परमेश्वर तुमको 1000 रुपया देगा, यहाँ पर आओ, तुमको सारा चिन्ह मिलेगा, तुमको चंगाई मिलेगा, ये सब बातें बोलेगा तो उधर बहुत बड़ा भीड़ इकट्ठा होता है. നമുക്കറിയാം എവിടെയും അത്ഭുതം ഉള്ളിടത്തും അടയാളം ഉള്ളിടത്തും എവിടെയും എന്തുവാ 10 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് 1000 കിട്ടും, ഇങ്ങനത്തെ സുവിശേഷം ആകർഷിക്കപ്പെടുന്നത് അനേകർ അവിടെ നമുക്ക് കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. तो उनको शारीरिक बातें बोलकर उनको अट्रैक्ट करते हैं ताकि उन लोगों का शारीरिक लाभ होए. आत्मा का ऐसा जगह पर आत्मा का कुछ फायदा नहीं होता.
ജഡത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജഡീകന്മാരെ ഇങ്ങനെ ആകർഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ഈ സുവിശേഷം കൊണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവ് അവിടെ എങ്ങും ഇല്ല. അവിടെ ആത്മാവ് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം. जैसा हम लोग ने जॉन 6:63 में क्या पढ़ा, जिधर आत्मा का बातें बोलेगा शरीर का कुछ भी लाभ नहीं है उधर. നമ്മൾ 6:63 യോഹന്നാനിൽ നമ്മൾ വായിച്ചതുപോലെ ആത്മാവിൽ സംസാരിക്കുമ്പോൾ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല നമ്മൾ അവിടെ വായിച്ചു. उसी तरह जहां पर शरीर बोलेगा उधर उधर आत्मा का कुछ भी लाभ नहीं है. അതുപോലെ തന്നെ നമ്മൾ ജഡത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ആത്മാവിന് യാതൊരു സ്ഥാനവും ഇല്ല. അവിടെ ആത്മാവിനൊന്നും പറയാനില്ല. इसलिए प्रभु कहता है मार्क में चैप्टर 4 में, तुम लोग चौकस रहो कि तुम लोग क्या सुन रहे हो. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിച്ചതുപോലെ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയും എന്ത് കേൾക്കുന്നു എന്ന്. क्योंकि आज पवित्र आत्मा है जो हमसे बात कर रहा है. കാരണം ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. देखो आत्मा का फॉर्म आत्मा है. ആത്മാവിന്റെ ഫോം രൂപം ആത്മാവ് തന്നെയാണ്. परमेश्वर का फॉर्म परमेश्वर का रूप आत्मा है. परमेश्वर ദൈവത്തിന്റെ രൂപം ആത്മാവാണ്. हम लोग 1 Corinthians chapter 15 में हम लोग पढ़ते हैं the last Adam became the life giving spirit. हमारा प्रभु यीशु मसीह अभी आत्मा में है. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്ന് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. तो इस तरह पिता पुत्र पवित्र आत्मा आत्मिक रूप में है. तो अगर हमें प्रभु का बातें समझना है तो हमें भी आत्मा में रहेगा तो ही वो एंटीना कनेक्ट होएगा, वो बात समझ में आएगा. പിതാവ് പുത്രൻ ആത്മാവ് ഇവർ ആത്മാവായിരിക്കാൻ നമ്മളും ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലായാലേ നമ്മൾ അവരുമായിട്ട് കൂട്ടായ്മ ചെയ്യുവാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുള്ളൂ. उतना ही नहीं, हम लोग जॉन 6:63 में ये भी पढ़ा, परमेश्वर जो वचन देता है वो वचन आत्मा और जीवन है. ദൈവം നമ്മൾക്ക് തരുന്ന വചനങ്ങൾ അത് ആത്മാവും ജീവനുമാകുന്നു. നമ്മൾ യോഹന്നാൻ 6:63 നമ്മൾ വായിച്ചു. तो ये सब अवस्था में हम क्या देखते हैं, शरीर का कोई भी लाभ नहीं है, शरीर का कुछ भी फायदा नहीं. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ജഡത്തിന് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. मेरा कोई भी भक्ति मुझे परमेश्वर के सामने बचा नहीं सकता. मेरा भक्ति एक व्यक्ति है, वो है प्रभु यीशु मसीह. നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയോ ഭക്തിയോ നമുക്ക് ദൈവം മുൻപാകെ പ്രസാദമുള്ളവനായി നിർത്തുവാൻ കഴിവുള്ളതല്ല. കാരണം നമ്മുടെ ഭക്തിയും നമ്മുടെ നീതിയും ഒക്കെയും കർത്താവാണ്. हमें इसके लिए यीशु मसीह इमैनुअल बनकर वो आज हमारे साथ है, वो हमारे बीच में है, वो हमारे अंदर है. जो भाग्य पुराने नियम को नहीं मिला, आज हमें वो भाग्य मिला है नए नियम के लोगों को. പഴയ നിയമ വിശുദ്ധന്മാർക്ക് കിട്ടാത്ത വലിയ ഭാഗ്യമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അവൻ ഇമ്മാനുവേൽ എന്ന നിലയിൽ നമ്മോട് കൂടെ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ അടുത്ത് ദൈവം നമ്മളോട് ആ നിലയിൽ ഇടപെടുന്നു. 1000 वर्ष के राज्य में इजराइल लोगों को हम देखते हैं उनका शरीर में आत्मा डाला जाएगा, तब उनको आत्मा मिलेगा. लेकिन जैसा आज हम लोग आनंद उठा रहे हैं, वो भाग्य उनको पुराने नियम में नहीं मिला, बल्कि उनको भविष्य में मिलने वाला है. 1000 ആണ്ടിൽ നമ്മൾ കാണുന്നത് പോലെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവർക്കൊക്കെയും ആത്മാവ് അവരുടെ മേളിൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അവിടെ 1000 ആണ്ടിൽ അവർ നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ അവർ ആത്മാവിൽ അവരായിരിക്കുകയും അവരങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നു. हम लोग कितना भाग्यशाली लोग हैं कि प्रभु हमसे इतना प्रेम करता है. इसलिए चौकस रहो कि हम लोग जिसके कान है वो आत्मा क्या कहता है वो सुने. ആത്മാവ് സഭകളോട് എന്താണ് പറയുന്നത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായി സൂക്ഷിച്ചു കൊള്ളുവാനാണ് ദൈവവചനം പറയുന്നത്. Praise the Lord. Amen.